Today in this video we are going to discuss about experimental determination of hydraulic coefficients. അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഇത് എക്സ്പെരിമെന്റലി എങ്ങനെ കണ്ടുപിടിക്കാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എടുക്കുകയാണെങ്കിൽ what is coefficient of discharge? CD is equal to Q actual by Q theoretical ആണ് അല്ലേ? അതേപോലെ CV എന്താണ്? Velocity, actual velocity by theoretical velocity. Similarly, what is coefficient of contraction? Actual area, that is area at the vena contracta divided by theoretical area, that is area at the orifice, or you can say simply AC by A. അപ്പോൾ ഇത്രയും ഡെഫിനേഷൻസ് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഈ സി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, സി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, സി സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വി നോ ദാറ്റ് സി ഡി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ, തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാങ്ക് എടുക്കുന്നു. ആ ടാങ്കിൽ ഒരു ചെറിയ ഓറിഫൈസ് കൊടുക്കുന്നു. ഓറിഫൈസിൽ നിന്ന് ടാങ്കിലുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ എത്രയാണ്, അല്ലെങ്കിൽ ടാങ്കിലുള്ള ഹെഡ് എത്രയാണ്? എച്ച് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ എപ്പോഴും ഹെഡ് എച്ച് തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത് എത്ര വെള്ളം ഓറിഫൈസിലൂടെ പാസ് ചെയ്യുന്നു അത്ര വെള്ളം എന്ത് ചെയ്യും? ഈ വാട്ടർ സപ്ലൈ ലൈൻ വഴി ഇവിടേക്ക് സപ്ലൈ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് സപ്ലൈ ആയിരിക്കും, നമുക്ക് ഈ ഹെഡ് എച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ ഓറിഫൈസിൽ നിന്ന് ജെറ്റ് പോലെ പോകുന്ന വാട്ടർ നമ്മൾ വേറൊരു മെഷറിംഗ് ടാങ്കിലാണ് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ എ. ഫൈൻ, ഏരിയ ക്യാപിറ്റൽ എ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ സപ്പോസ് യു ഹാവ് എ ഹൈറ്റ് ഓഫ് വാട്ടർ, നമുക്ക് ആ ഹൈറ്റ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സം എച്ച് ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോർ എ പെർട്ടിക്കുലർ ടൈം ടി ഡാഷ്, നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ദ ഡിസ്ചാർജ്, ഈ ഓറിഫൈസിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് എത്രയാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q actual will be equal to area of measuring tank into height of water. Again, ഏത് ഹൈറ്റ് ആണ്? ഇൻ മെഷറിംഗ് ടാങ്ക്. അപ്പോൾ അത് വോളിയായി, വോളിയം ബൈ ടൈം ആണ് ഡിസ്ചാർജ്. സോ ഹോൾ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു എച്ച് ഡാഷ് ബൈ ടി ഡാഷ്. ക്യൂ ആക്ച്വൽ നമുക്ക് കിട്ടി. ഇനി എന്താണ്? തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടണം അല്ലേ? തിയററ്റിക്കൽ ഡിസ്ചാർജ് ഫോർ എ സ്മോൾ ഓറിഫൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? Q theoretical is equal to area of orifice into theoretical velocity, or this is equal to area of orifice into root of 2gh. അപ്പം എക്സ്പെരിമെന്റ് വഴി ടാങ്കിൽ നിന്നൊരു മെഷറിംഗ് ടാങ്കിലേക്ക് ഓറിഫൈസ് എന്നുള്ള വാട്ടർ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു. തിയററ്റിക്കൽ ഡിസ്ചാർജ് യൂസിങ് ദി ഇക്വേഷൻ എ ഇൻറ്റു റൂട്ട് ഓഫ് 2gh കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിച്ചൂടെ? സോ വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്? Therefore coefficient of discharge CD is equal to
Q actual by Q theoretical, or this is equal to Q actual. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. ഡിവൈഡഡ് ബൈ A ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഇങ്ങനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിക്കുക. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. അത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിക്ക് വേണ്ടി അഗെയിൻ ദ സെയിം ടാങ്ക് ആൻഡ് മെഷറിംഗ് ടാങ്ക് നമ്മൾ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ സെക്ഷൻ CC മാർക്ക് ചെയ്യുന്നു. സെക്ഷൻ CC എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് വീന കോൺട്രാക്റ്റയുടെ പോയിന്റ്. വീന കോൺട്രാക്റ്റ് എവിടെയാണ്? 0.5 ടൈംസ് D ഡിസ്റ്റൻസിലായിരിക്കും എന്ത്? വീന കോൺട്രാക്റ്റ് ഉണ്ടാവുക. അവിടെ ആയിരിക്കും ആ ജെറ്റിന്റെ മിനിമം ഡയമീറ്റർ ഉണ്ടാവുക. ഓക്കെ, അതത്രയും നമ്മൾ ആസ് യൂഷ്വൽ പഴയതിലെല്ലാം പോലെ എടുത്തു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാങ്കിൽ നിന്ന് നമുക്ക് ഈ ഓറിഫൈസ് വഴി ജെറ്റ് ഓഫ് വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? മെഷറിംഗ് ടാങ്കിലേക്ക് പോകുന്നല്ലേ. ആ ജെറ്റ് ഓഫ് വാട്ടറിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ പോയിന്റ് ആണ് P. ഓക്കെ, സോ കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ഇൻ ദ ജെറ്റ് അറ്റ് P. എന്നിട്ട് ആ Pയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഈ വീന കോൺട്രാക്റ്റ് എന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് X ആദ്യം മെഷർ ചെയ്യും. അതിനുശേഷം അതിന്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. Okay, so what is X? X is the horizontal distance traveled by the particle in time t. ഇവിടെ നിന്ന് ഇവിടം വരെ എത്താനുള്ള ഡിസ്റ്റൻസ് ആണ് X. ഓക്കെ, അതേപോലെ Y എന്താണ്? ഇതേ ഓറിഫൈസിന്റെ സെൻട്രൽ ലൈനിൽ നിന്ന് ആ P എന്ന പോയിന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? Y. For that particular time t. Okay, vertical distance between CC and P. ഇനി what is V? Actual velocity at vena contracta. V is actual velocity at vena contracta and H is constant water head. Okay, ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി നമ്മൾ ഈ എക്സും വൈയും ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. So see, what is X? X is horizontal distance, right? So as per velocity kinematics, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് X equal to V into T. X equal to V into T. ഇത് ശരിക്കും ബേസിക്കലി എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ടൈം. അതിൽ നിന്ന് ലെങ്ത് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അതേപോലെ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. അതേപോലെ നിങ്ങൾ വേർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Y is equal to half GT square. Let this be equation 2. ഇത് എവിടെ നിന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഫ്രം കൈനമാറ്റിക് ഇക്വേഷൻസ് we have S equal to ut plus half at square. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഇനീഷ്യൽ വെലോസിറ്റി u equal to 0 കൊടുത്തു കഴിഞ്ഞാൽ S equal to half into A എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് കൊടുക്കാം. A equal to g into t square. S എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. സോ അത് ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y ആയതുകൊണ്ട് y is equal to half gt square. ഇതൊന്നും റിമെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാട്ട് വി ഹാവ് ടു റിമെമ്പർ ഈസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x equal to വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y is equal to half gt square റിമെമ്പർ ചെയ്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ഇക്വേഷൻ 1 ടേക്ക് വാട്ട് ഈസ് ടൈം t. എന്താണ് ടൈം t എന്ന് നോക്കുക. സോ ഫ്രം ഇക്വേഷൻ 1, ഓക്കെ, t is equal to x by v ആണ്. Okay, substitute this one in equation 2. Okay, so what will become for the vertical distance? Vertical distance y will be equal to half into g into, instead of t, x by v, so x square by v square. Okay, അതല്ലെങ്കിൽ what is v square? V square is equal to g x square by
2y. Okay, or v is equal to root of g x square by 2y. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് വഴി എന്ത് കണ്ടുപിടിച്ചു? എക്സ് എന്താണ് വൈ എന്താണെന്ന് നോക്കി, എന്നിട്ട് വൈയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? വെലോസിറ്റി v കണ്ടുപിടിച്ചു. അപ്പൊ ഈ വെലോസിറ്റി ആണ് ആക്ച്വൽ വെലോസിറ്റി. ഫൈൻ, v is equal to root of gx square by 2y. ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത്? നമുക്കറിയേണ്ടത് കോയിഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. കോയിഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി ആക്ച്വൽ ബൈ വി തിയറട്ടിക്കൽ ആണ്. അപ്പൊ വി തിയറട്ടിക്കൽ അറിയണം അല്ലേ? അപ്പൊ വി തിയറട്ടിക്കൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. അപ്പൊ let this be equation 3 and let this be equation 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സി വി എടുത്തൂടെ? വാട്ട് ഈസ് സി വി? സി വി ഈസ് ഈക്വൽ ടു വി ആക്ച്വൽ ബൈ v theoretical. So this will be equal to root of gx square by 2y divided by, that means into 1 by root of 2gh. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ടേംസ് നമ്മുടെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം ജിയും കളയുക, ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരിക? ആൻസർ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x square divided by 2 into 2 4yh. So CV is equal to x root of x square by 4yh. ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ CV is equal to x by root of 4yh എന്നും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, നമുക്ക് പ്രോബ്ലത്തിൽ, ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിച്ചു, കോയിഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല, കാരണം നമുക്ക് ഓൾറെഡി കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് അറിയാം. കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? ക്യു ആക്ച്വൽ, നമ്മൾ ടാങ്കിൽ നിന്നും മെഷർ ചെയ്ത ക്യു ആക്ച്വൽ divided by theoretical discharge, right? അതേപോലെ coefficient of velocity എന്താണ്? coefficient of velocity is equal to x divided by root of 4yh എന്നറിയാം. ഇനി ഇത് രണ്ടും CCയും, അതായത് CD, CC and CV തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? CD is equal to CC into CV ആണെന്നറിയാം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് CC എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ദാറ്റ് മീൻസ് CC is equal to CD by CV അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കുക. ബാക്കി രണ്ടും ടാങ്ക് സെറ്റപ്പ് യൂസ് ചെയ്ത് ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോയിഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം 3 എങ്ങനെയാണ് എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. So this is the question. A vertical sharp edge orifice 120 mm in diameter is discharging water at the rate of 98.2 liter per second under a constant head of 10 meters. A point on the jet measured from the vena contractor of the jet has coordinates 4.5 meters horizontal and 0.54 meter vertical. Find the following for the orifice: coefficient of velocity, coefficient of discharge and coefficient of contraction. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് 3 ഹൈഡ്രോളിക് കോയിഫിഷ്യൻസും ആണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. We have diameter of the orifice as 120 mm. So 120 into millimeter, that means into 10 power minus 3 meter. So this will be equal to 0.12 meter. Okay. Once നമുക്ക് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോയിഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയും കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഒക്കെ കണ്ടുപിടിക്കണം. കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിൽ ക്യൂ തിയററ്റിക്കൽ കണ്ടുപിടിക്കണം, ഏരിയ ഇൻറ്റു റൂട്ട് ഓഫ് 2gh ചെയ്യണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാം.
area is equal to pi by 4 d square. So this is equal to pi by 4 into 0.12 square. Okay, so this will be equal to 0.01131 meter square. Okay, ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇവിടെ Q actually തന്നിട്ടുണ്ട്, അതായത് വെർട്ടിക്കൽ ഷോക്ക് ഓറിഫൈസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടർ ഏത് റേറ്റിലാണ് 98.2 ലിറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് Q is equal to 98.2 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യണം? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 1 മീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അതായത് ഒരു 1/1 1 into 1 into 1 ക്യൂബിൽ 1 meter into 1 meter into 1 meter ക്യൂബിൽ നമുക്ക് 1000 liters of water ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ what will be 1 liter? 1 liter will be equal to 10 power minus 3 meter cube ആണ്. 10 power minus 3 meter cube ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? This is equal to 1/1000 meter cube എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? This is equal to 98.2 ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 1000. സോ ദിസ് ഈസ് വിൽ ബി ഈക്വൽ ടു 0.0982 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി എന്താണ് തന്നിരിക്കുന്നത്? അണ്ടർ എ കോൺസ്റ്റന്റ് ഹെഡ് ഓഫ് 10 മീറ്റർ. എച്ച് തന്നിട്ടുണ്ട് 10 മീറ്റർ. ഫൈൻ. ഇനി എന്താ അടുത്തത് തന്നിരിക്കുന്നത്? A point on the jet measured from the vena contractor has coordinates 4.5 meter horizontal. അപ്പോൾ horizontal distance from vena contractor x എത്ര തന്നിട്ടുണ്ട്? 4.5 meter തന്നിട്ടുണ്ട്. അതേപോലെ y vertical distance എത്ര തന്നിട്ടുണ്ട്? 0.54 meter തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ഫസ്റ്റ് വൺ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ what is CV? CV is equal to actual velocity by theoretical velocity. അപ്പോൾ ആദ്യം നമുക്ക് തിയററ്റിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതല്ലേ കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി V theoretical is equal to root of 2gh. So this is equal to root of 2 into 9.81 into 10. So this will be equal to 14 meter per second. Okay. ഇനി നമുക്ക് V ആക്ച്വലി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സി വിക്കുള്ള അടുത്ത ഇക്വേഷൻ നമുക്കറിയാം. ഏത്? എക്സ്പെരിമെന്റൽ മെത്തേഡ് വഴിയുള്ള ഇക്വേഷൻ. CV is equal to x by root of 4yh അറിയാം. അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ x നമുക്കറിയാം 4.5 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 ഇൻറ്റു y എത്രയാണ്? 0.54 ആണ്, ഇൻറ്റു 10. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എത്ര കിട്ടും? 0.968. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കിട്ടി. ഇനി അടുത്തത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇനി അഗൈൻ ഇക്വേഷൻ ഒന്ന് നോക്കാം നമുക്ക്. CD is equal to Q actual divided by Q theoretical, right? അപ്പോൾ Q theoretical എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് Q theoretical കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ Q theoretical എങ്ങനെ കണ്ടുപിടിക്കും? Q theoretical is equal to area of orifice into V theoretical or area of orifice into root of 2gh. അപ്പോൾ റൂട്ട് ഓഫ് 2gh V theoretical നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 14 meter per second കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഏരിയ എത്ര നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഏരിയ നമ്മൾ പ്രീവിയസ്ലി കണ്ടുപിടിച്ചു, തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഏരിയ? 0.01131 മീറ്റർ സ്ക്വയർ. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.01131 into 14 or this will be equal to 0.1583 meter cube per second. Q actual എത്രയാണ്? അത് തന്നിട്ടുണ്ടല്ലോ നമുക്ക്. 98.2 ലിറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാ? 0.0982 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ what will be CD? CD will be equal to 0.0982 divided by 0.158
So this will be equal to 0.62. Coefficient of discharge കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്? Coefficient of contraction. Coefficient of contraction കിട്ടണമെങ്കിൽ എന്താണ്? We know that CD is equal to CC into CV. അപ്പോൾ നമുക്കിതിൽ CD അറിയാം, CV അറിയാം. അപ്പോൾ CC കണ്ടുപിടിച്ചൂടെ? CC is equal to CD by CV. So CD എത്രയാണ്? 0.62. CV എത്രയാണ്? 0.968. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.64. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം എക്സാമിന് വരുമ്പോൾ എപ്പോഴും സി ഡിയുടെ വാല്യൂയും സി ബിയുടെ വാല്യൂയും സി സിയുടെ വാല്യൂ ആയാലും ഓൾവേസ് ദിസ് വിൽ ബി ലെസ് ദാൻ 1. അപ്പോൾ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇത് ഡെസിമൽ പോയിന്റ്സിലല്ല ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വാല്യൂ റേഞ്ചസ് നോക്കുക, അത് എപ്പോഴും ലെസ് ദാൻ 1 തന്നെ ആയിരിക്കണം. സോ here we got the answers as CV is equal to 0.968, CD is equal to 0.62 and CC equal to 0.64. Now what you have to do is, I have given a problem. A large tank has a sharp-edged circular orifice of 930 millimeter square area at a depth of 3 meter below constant water level. The jet issues horizontally and in a horizontal distance of 2.4 meter. It falls by 0.53 meter. The measured discharge is 4.3 liter per second. Determine the coefficient of velocity, coefficient of contraction and coefficient of discharge for the orifice. Okay, so here the sharp-edged orifice has an area of 930 millimeter square. Okay, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സ്വയം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.